ഹലോ ഗൈസ്, NH47 വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്ന് കാണാൻ പോകുന്നത് കൊല്ലം ജില്ലയിലെ പ്രാക്കുളം എന്ന സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അതായത് സംബ്രാണിക്കുടി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഞങ്ങൾ എത്തിയത് ഞായറാഴ്ച ഈവനിങ് ആയിരുന്നു. ഈവനിങ് ടൈമിൽ ഞാൻ ആദ്യം കരുതിയത് നല്ല റഷ് ആയിരിക്കുമെന്നാണ്. പക്ഷേ പ്രതീക്ഷ പോലെ റഷോ കാര്യങ്ങളൊന്നുമില്ല. കാം ആൻഡ് ക്വയറ്റ് അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നമ്മളെ പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത്, നമുക്ക് ഫസ്റ്റ് ഒരു ഹൗസ് ബോട്ട് കാണാൻ പറ്റി. അത് തീരത്തോട് അടുപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ സംബ്രാണിക്കൊടി എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോകാനുള്ള ബോട്ട് സർവീസ് ഇവിടെ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ സംബ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലം ആൾക്കാർ പതുക്കെ അറിഞ്ഞ് വരുന്നതേ ഉള്ളൂ കൊല്ലത്ത് ഇങ്ങനെ സ്ഥലമുണ്ടെന്ന്. ഗൈസ്, അങ്ങനെ ബൈക്ക് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇറങ്ങി ഫ്രണ്ടിലോട്ട് വരുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണിത്. ഇവിടെയാണ് കൊല്ലം DTPCയുടെ അണ്ടറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഈ ടൂറിസം ഇത് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഇതിലുണ്ട്. ആർക്കെങ്കിലും വരണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ വന്ന് ഒരു ഹോട്ടലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബോട്ട് സർവീസ്, വലിയ ഹൗസ് ബോട്ട് സർവീസും ഇവർ നടത്തുന്നുണ്ട്. അവിടെ നിൽക്കുമ്പോൾ തന്നെ ഒരുപാട് ബോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു കാം ആൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ആണ്. വലിയ ഡിസ്റ്റർബൻസോ സൗണ്ട്സോ നോയ്സോ ഒന്നുമില്ല. അങ്ങ് ദൂരമായിട്ട് നമുക്ക് കല്ലന്താഴ ടു രാമൻകുളങ്ങര പോകുന്ന ബൈപ്പാസ് നമുക്ക് കാണാൻ സാധിക്കും. ഗൈസ്, ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ കണ്ടൽ കാടുകളാണ്. ഈ കണ്ടൽ കാടുകൾ കൊണ്ടാണ് ഈ സ്ഥലം ഏറ്റവും കൂടുതൽ ഫേമസ് ആയിരിക്കുന്നത്. അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഗൈസ്, അതുപോലെ തന്നെ ഇവിടെ ഹൗസ് ബോട്ട് സർവീസും അവൈലബിൾ ആണ്. ഒരു ദിവസത്തേക്കും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റഡ് ടൈമിലോട്ട് വേണ്ടിയുള്ള ഹൗസ് ബോട്ട് ഇവിടെ അവൈലബിൾ ആണ്. നമ്മളവിടെ നിന്നപ്പോൾ പാസ് ചെയ്ത് പോയൊരു ഹൗസ് ബോട്ടാണ് ഇത്. ഇതാണ് കേസ് നമുക്ക് സംബ്രാണിക്കൊടിയിലോട്ട് പോകാനുള്ള ആ ബോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി പോയിട്ട് വന്ന ആൾക്കാരെ ഇപ്പം ഓഫ് ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷമാണ് നമുക്ക് ഈ ബോട്ടിലാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ഹൗസ് ബോട്ട് അതിമനോഹരമായിട്ട് നമ്മളെ പാസ് ചെയ്ത് പോയിരിക്കുകയാണ്. നല്ലൊരു വ്യൂ ആണ് നമുക്കതിൽ നിന്ന് കിട്ടിയത്. ഗൈസ്, ഇനി അങ്ങോട്ട് പോകാനുള്ള ആൾക്കാരെ ലോഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു 25 ആൾക്കാർ മാക്സിമം ഇതിൽ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ അങ്ങോട്ട് പോകുന്നതിൽ പ്രായപരിധിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. എല്ലാവർക്കും അലൗഡാണ്. അതായത് 1 വയസ്സ് തൊട്ടുള്ള കുട്ടികൾ മുതൽ അങ്ങോട്ടുള്ള എല്ലാ പ്രായക്കാർക്കും പോകാൻ പറ്റുന്നതാണ്. വലിയ ഡേഞ്ചറായിട്ടുള്ള വലിയ ഒരു സിറ്റുവേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തീരെ കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ ഇറക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്, സേഫ്റ്റിയുടെ ഭാഗമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ കൂടെ വരുന്ന ആ ഒരു ഗൈഡിന് നമുക്ക് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. എവിടെയൊക്കെ ഇറങ്ങണം, എവിടെയൊക്കെ പൊയ്ക്കൂടാ എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, സേഫ്റ്റി ആയിരിക്കും. അതല്ലാതെ അവിടെ ചെന്ന് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായിരിക്കും. അതുകൊണ്ട് ആരും അങ്ങനെയുള്ള സാഹസത്തിനൊന്നും പോകരുത്. അവർ പറയുന്നത് കേട്ട് അവിടെ നിൽക്കുക, അവിടെ സ്ഥലം എൻജോയ് ചെയ്യുക. നമുക്ക് ഈ ബോട്ടിൽ കയറാനുള്ളൊരു അവസരം ലഭിച്ചില്ല. കാര്യം നമുക്ക് മുന്നേ വന്ന് ഒരുപാട് പേർ വെയിറ്റിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ട്രിപ്പിലാണ് നമുക്ക് അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഈ ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷം അടുത്ത് ഉള്ള ആൾക്കാരെ കംപ്ലീറ്റ് അടുത്ത ട്രിപ്പിലായിട്ട് കൊണ്ടുപോകുന്നതായിരിക്കുമെന്ന്. അതുകൊണ്ട് നമ്മൾ അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മുടെ പാർക്കിംഗ് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ സംബ്രാണിക്കൊടിയിലോട്ട് പോകാനുള്ള ബോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ദൂരമോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ കാണുന്നതാണ്, ഫ്രണ്ടിൽ കാണുന്നതാണ് നമുക്ക് ടിക്കറ്റ് ഓഫീസ്. അവിടെ പോയി ടിക്കറ്റ് എടുക്കുക. ഒരാൾക്ക് 170 രൂപയാണ്. അതുപോലെ തന്നെ കുറച്ച് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റെസ്റ്റോറൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ആ ബോട്ട് ചുറ്റിയിലാണ് നമ്മൾ സംബ്രാണിക്കൊടിയിലോട്ട് പോകാനുള്ള ബോട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞ ബോട്ട്. ഗൈസ്, അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് അടുത്ത അടിപൊളി ഒരു ലക്ഷറി ബോട്ട്, ഹൗസ് ബോട്ട് നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പോകുന്നത്. അതിൽ ഒരുപാട് ഫാമിലിയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല ഡാൻസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ല എൻജോയ് ചെയ്ത് പോകുന്ന ഒരു ബോട്ടായിരുന്നു. അത് കുറച്ച് നേരം കണ്ടുകൊണ്ട് നിന്നപ്പോൾ തന്നെ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തി. ഇത് പെർ ഡേ അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ ഈ ബോട്ട് ചെട്ടിയിൽ ഒരു ബോട്ടുണ്ട്. അത് പെർ ഡേ സർവീസ് അവർ നടത്തുന്നതാണ്. ഇപ്പം കൊറോണയുടെ പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം ആ ഒരു രീതിയിലാണ് അവർ ബോട്ട് സർവീസുകളും മറ്റും നടത്തുന്നത്. ഇവിടെ നമ്മൾ വന്നപ്പോൾ തന്നെ അതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും നമുക്ക് ആ ഓഫീസിൽ നിന്ന് അറിയാൻ സാധിക്കുന്നതാണ്.
അപ്പോൾ നമ്മൾ നിന്ന സമയം തന്നെ ഒരുപാട് ഫാമിലീസ് വന്നു തുടങ്ങി, ഒരുപാട് ബാച്ചിലേഴ്സ് പിള്ളേരുകളും പിന്നെ ഫാമിലീസുകളും ഒരുപാട് വന്നു തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ആൾക്കാർ വന്നു തുടങ്ങി. അതുപോലെ നമുക്ക് വരാനുള്ള ബോട്ടും ഏകദേശം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ആ ബോട്ട്. അവിടെ നിന്ന് ആൾക്കാരെ കൊണ്ട് വന്നു തുടങ്ങി. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ പാർക്കിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ ചെരുപ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കെട്ടിയിട്ട് ചെറിയൊരു പ്ലാറ്റ്ഫോം ഇവിടെയാണ് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കുന്നത്. അതിനുശേഷം നമ്മൾ പതുക്കെ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ്. നമുക്ക് എത്ര നേരം വേണമെങ്കിൽ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. നമ്മളേതാണ്ട് 45 മിനിറ്റ് അടുപ്പിച്ച് നമ്മളവിടെ നിന്നു. അവിടെ എല്ലാം കണ്ടു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം വന്ന ബോട്ടിൽ നമ്മൾ തിരിച്ച് കയറിയാണ് തിരിച്ച് പോകാനായിട്ട്. അപ്പം നേരം കുറച്ച് സന്ധ്യയായി തുടങ്ങി, 5:30-5:45 ആയി. അതുകൊണ്ട് നമ്മൾ പിന്നെ തിരിച്ചു പോകാനുള്ള ഒരു സെറ്റപ്പിലോട്ട് തിരിച്ചു പോകാനുള്ള തീരുമാനമായിരുന്നു. അപ്പം നമ്മൾ ബോട്ടിൽ കയറി. അതിനുശേഷം 2 നേരം അവർ ചോദിക്കുന്നുണ്ട് ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങോട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെയും കൂടെ പിക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അങ്ങനെ കുറച്ച് നേരം അവിടെ ഹോൾഡ് ചെയ്യുന്ന ഒരു ഫാമിലി വരാനുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ബോട്ട് എടുത്തത്. അത് ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു പ്രത്യേക ഒരു വ്യൂ ആണ് കേസ്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിന് സംബ്രാണി എന്ന് പേര് വരാൻ കാരണം തന്നെ പണ്ട് ചമ്പ്രാണി എന്ന് പറയുന്ന ഒരു കപ്പൽ ഇവിടെ ലാൻഡ് ചെയ്യുകയായിരുന്നു. അതായത് ഗംഗൂരം ഇടുമായിരുന്നു. ആ കപ്പൽ ഈ ഒരു ബോർഡർ വരെ മാത്രമേ വരികയുള്ളായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് ബോട്ടിലാണ് നമ്മുടെ ചരക്കുകൾ തുറമുഖത്തോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലം ചമ്പ്രാണി എന്ന് പറയുന്ന സ്ഥലമാണ് പിന്നീട് അത് സംബ്രാണിയായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ആഫ്റ്റർനൂൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ കൊണ്ടുവരണം. അത് നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലുള്ള നേരിട്ട് തന്നെ പോയി നമുക്ക് അത് എൻജോയ് ചെയ്തെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. എന്തായാലും നമ്മൾ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്. വന്ന ആ ബോട്ടിൽ തന്നെയാണ് നമുക്കിപ്പോൾ തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരുപാട് ആളുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഫ്രീ ആയിട്ടാണ് നമ്മൾ പോയത്. അതുപോലെ തന്നെ മുമ്പിൽ കാണുന്നത് നമ്മുടെ ബൈപ്പാസാണ്. കട്ടിങ്കാണി ടു രാമമുളകര പോകുന്ന ആ ഒരു ബൈപ്പാസിൻ്റെ ഒരു പാർട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ഒരുപാട് ബ്രിഡ്ജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിപ്പോൾ ലോങ് വ്യൂ ആണ്, നമ്മൾ കണ്ടൽക്കാടുകളുടെ ലോങ് വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലോട്ട് തന്നെ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുരിശടിയും അതിന് അടുത്തുള്ള ആ ഒരു ബോട്ട് ചട്ടിയും അതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹൗസ് ബോട്ട് അവിടുന്ന് പോയിട്ടുണ്ട്. ഏതോ ആൾക്കാരൊക്കെ ഫുള്ളായി. നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ ഫുള്ളായത് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പ് പോയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വ്യൂവിൽ നമുക്ക് ആ സ്ഥലം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം. അതുപോലെ തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് പോകാനുള്ള ആൾക്കാർ റെഡിയായിട്ട് നിൽക്കുകയാണ്. 6 മണി വരെയുള്ള ഇത് ലാസ്റ്റ് ട്രിപ്പാണെന്നാണ് പറഞ്ഞത്. ഇവിടെ വരുന്നവർ മാക്സിമം മോർണിംഗ് 6 to വൈകുന്നേരം 6 മണി വരെയാണ് ഇവിടെ സർവീസുള്ളത്. അതിന് മുമ്പായിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് പിന്നീട് കാണുന്നവരേക്കും ബൈ.